ഒന്നുമില്ലായ്മയിൽ നിന്നുമെന്നെ കൈപിടിച്ചു നടത്തുന്ന സ്നേഹം, എൻ്റെ വല്ലായ്മകൾ കണ്ടിട്ടെന്നും ആ നെഞ്ചോടു ചേർക്കുന്ന സ്നേഹം, ഒന്നുമില്ലായ്മയിൽ നിന്നുമെന്നെ കൈപിടിച്ചു നടത്തുന്ന സ്നേഹം, എൻ്റെ വല്ലായ്മകൾ കണ്ടിട്ടെന്നും ആ നെഞ്ചോടു ചേർക്കുന്ന സ്നേഹം. ഇത്ര നല്ല ദൈവത്തോടു ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ലിടും? എൻ്റെ കൊച്ചു ജീവിതത്തെ ഞാൻ നിന്റെ മുൻപിൽ കാഴ്ചയേകിടാം. പ്രത്യേകിച്ച് ഓർത്ത് പ്രാർത്ഥിക്കാം. ഇന്നലെ ദേവസ്വം മരിച്ചിട്ട് 10 വർഷം തികയുന്ന ദിവസമായിരുന്നു. നമുക്ക് ദേവസ്വത്തിനോട് പ്രത്യേകം പ്രാർത്ഥിക്കാം. അതേ സമയത്ത് ലാലായ്മയ്ക്കും ദാസേട്ടനും ഡൗരി ചേച്ചിക്കും അപ്പാപ്പനും മാമിക്കും മറ്റുള്ളവരെല്ലാം മറ്റും മരിച്ചു പോയ എല്ലാവരെയും പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി ജസ്റ്റ് ചേച്ചി ഓർക്കാം. അവർക്കെല്ലാവർക്കും ദൈവം കരുണയോടുകൂടി സ്വരാജ്യം പ്രവേശിക്കാനുള്ള ഭാഗ്യം നമ്മുടെ മരിക്കുന്നവരുടെ പ്രത്യേകം പ്രാർത്ഥിക്കാം. ദിവ്യബലിയിൽ ഒക്കെ പങ്കെടുത്തുകൊണ്ട് ഈ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അന്നാ പെസഹ തിരുനാളിൽ കർത്താവ് അരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയോടെ ബലിയർപ്പിക്കാം, അനുരഞ്ജിതരായി തീർന്നിടാം, നവമൊരു പീഠമൊരുക്കിടാം, ഗുരുവിൻ സ്നേഹമൊടിയാകും തിരുമുൻപാകെ അണച്ചിടാം. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം, ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്യായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഉന്നതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപികളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാ രാജ്യവും ശക്തിയും മഹത്വം എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മരണം മൂലം വേർപെട്ടു പോയ ഞങ്ങളുടെ സഹോദരൻ ജീവൻ പ്രദാനം ചെയ്യണമേ. ഈശോയുടെ അവരുടെ ഓർമ്മ ആചരിച്ചുകൊണ്ട് മനുഷ്യവംശത്തിൽ നവീകരണ രക്ഷയ്ക്കും വേണ്ടി ഇതുവരെ വിശുദ്ധിയോട് പരിക്രമം ചെയ്യുവാൻ ബലഹീനതകൾ ശക്തരാകണമേ. പിതാപുത്രന്റെ പരിശുദ്ധാത്മാ സർവേശ്വരായി നീക്കും. ആഴത്തിൽ നിന്നു ഞാൻ ആർദ്രമായി കേഴുന്നു, ദൈവമേ എന്നെ നീ ഓർക്കേണമേ. പാപങ്ങളെല്ലാം നീ ഓർത്തിരുന്നാൽ നാഥ, ആരാരെ ലോകത്തിൽ രക്ഷ നേടും. പാപത്തിൻ മോചനം നിന്നിൽ ഞാൻ തേടുന്നു, നീയാണെൻ മോക്ഷവും പ്രത്യാശയും. പുലരുവാൻ കാക്കുന്ന കാവൽക്കാരെന്ന സകലേശ നിന്നെ ഞാൻ കാത്തിരിപ്പു. പാപങ്ങൾ മോചിക്കും കാരുണ്യവാനിതേ, ആത്മാക്കൾക്കാശ്വാസം നൽകേണം.
പ്രകാശം കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചുരുക്കുന്ന സഭയെ വാങ്ങി നിരന്തരം സ്തുതിക്കും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിലെ നാളും സൃഷ്ടാവുമാകുന്നു. പിതാപുത്രനും പരിശുദ്ധാത്മ സർവേശ്വരായി നീക്കും. സകലത്തിന്റെയും നാഥ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങേ പുകഴ്ത്തുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ഞങ്ങളുടെ ശരീരങ്ങൾ ഉയർപ്പിക്കുന്നവനും ആത്മാവ് രക്ഷിക്കുന്നവനുമാകുന്നു. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. എന്റെ കർത്താവിന്റെ സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാവ് രക്ഷിക്കുന്നവനും ജീവിതത്തെ പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധന സമർപ്പി കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായി നീക്കും. നമുക്ക് സ്വരമീയത്തിൽ സജീവനായ ദൈവത്തെ പ്രകീർത്തിക്കുവിൻ. പരിപാവനാം സർവേശ, പരിപാവനാം ബലവാനേ, പരിപാവനാം അമർത്യനേ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. വിശുദ്ധ സംബന്ധനായി വസിക്കുന്ന പരിസ്ഥിതി സുദൃഢനും ബലവാനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവം എപ്പോഴും ഞങ്ങളുടെ കടാക്ഷിക്കും അനുഗ്രഹിക്കും. ഞങ്ങളുടെ കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാപുത്രനും പരിശുദ്ധാത്മാവായ സർവേശ്വരായി നീക്കും. എന്റെ സഹോദരനെ, തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം അധ്യായം 4 വാക്യങ്ങൾ 13 മുതൽ 18 വരെ. എന്റെ സഹോദര, പ്രത്യാശയില്ലാത്ത മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ നിങ്ങൾ ദുഃഖിക്കാതിരിക്കാൻ നിദ്ര പ്രാപിച്ചവരെ പറ്റി നിങ്ങൾക്ക് അറിവുണ്ടായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും വീണ്ടും ഉയർക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നത് പോലെ യേശു നിദ്ര പ്രാപിച്ചവരെ ദൈവം അവരോട് ഉയർപ്പിക്കും. അവന്റെ പ്രത്യാഗമനം വരെ നമ്മിൽ ജീവനുണ്ടായിരിക്കുന്നവർ നിദ്ര പ്രാപിച്ചവർക്ക് മുൻപായിരിക്കുകയില്ലെന്ന് കർത്താവിന്റെ വചനത്തെ ആധാരമാക്കി നിങ്ങളോട് പറയുന്നു. എന്നാൽ അധികാരപൂർണമായ ആത്മവചനം കേൾക്കുകയും പ്രധാന ദൂതന്റെ ശബ്ദം ഉയരുകയും ദൈവത്തിന്റെ കാഹളധ്വനി മുഴങ്ങുകയും ചെയ്യുമ്പോൾ കർത്താവ് സ്വർഗത്തിലിറങ്ങി വരികയും കർത്താവിൽ മരണം അടഞ്ഞവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. അപ്പോൾ ജീവിക്കുന്നവരായി നമ്മിൽ അവശേഷിക്കുന്നവർ ആകാശം കർത്താവിനെ എതിരേൽക്കുന്നവരായി അവരോടൊപ്പം മേഘങ്ങളിൽ സംവഹിക്കപ്പെടും. അങ്ങനെ നാം ഇപ്പോഴും കർത്താവിലൂടെ ആയിരിക്കുകയും ചെയ്യും. അതിനാൽ ഈ വാക്കുകൾ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുകയും ഞങ്ങളുടെ കർത്താവായ ദൈവികമായ കൽപ്പനകളുടെ മധ്യരസനം ശ്രമിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും രക്ഷണങ്ങൾ ഫലമണിയുന്നതും നിരന്തരം ഞങ്ങൾ അംഗീകരിച്ചതിക്കുന്നതിനും ഭയങ്കര കാലത്താണ് ഞങ്ങളെ തന്നെ സഹായിക്കണമേ. പിതാപുത്രനും പരിശുദ്ധാത്മാ സർവേശ്വരായി നീക്കും. നമുക്ക് ശ്രദ്ധാപൂർവ്വം വിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 11 വാക്യങ്ങൾ 17 മുതൽ 27 വരെ. ലാസ്റ്റ് സംസ്കരിക്കപ്പെട്ടിട്ട് 4 ദിവസമായെന്ന് യേശു അവിടെ എത്തിയപ്പോൾ അറിഞ്ഞു. ബത്നിയ ജെറുസലേമിന് അടുത്ത ഏകദേശം 15 സിദിയോൻ ദൂരത്തായിരുന്നു. അനേകം യഹൂദ മാർത്തായും മറിയത്തെയും അവരുടെ സഹോദരനെ പറ്റി ആശ്വസിപ്പിക്കാൻ വന്നിരുന്നു. യേശു വരുന്നുണ്ടെന്ന് കേട്ടപ്പോൾ മർത്ത ചെന്ന് അവനെ സ്വീകരിച്ചു. എന്നാൽ മറിയം വീട്ടിൽ തന്നെ ഇരുന്നു. മർത്ത കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. എന്നാൽ നീ ചോദിക്കുന്നത് എന്തും ദൈവം നിനക്ക് തരും എന്നെനിക്കറിയാം. യേശു പറഞ്ഞു, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. മർത്ത പറഞ്ഞു, കർത്താവേ, അന്ത്യദിനത്തിലെ പുനരുത്ഥാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് എനിക്കറിയാം. യേശു അവളോട് പറഞ്ഞു, ഞാനാണ് പുനരുത്ഥാനവും ജീവനും. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അങ്ങനെ ജീവിക്കുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല.
നീ ഇത് വിശ്വസിക്കുന്നുവോ? അവർ പറഞ്ഞു, കർത്താവിന് ലോകത്തിൽ വരാനിരുന്ന ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്കെല്ലാവർക്കും വിശ്വാസവും പ്രതീക്ഷയും കർത്താവെ നിന്നോട് ഞങ്ങൾ യാചിക്കുന്നെന്ന് അപേക്ഷിക്കാം. മാമോദീസ വഴി സ്വർഗ്ഗരാജ്യത്തിന് അവകാശിയായി തീരുകയും മരണം വഴി ഞങ്ങൾ വേർതിരിക്കുകയും ചെയ്ത ഞങ്ങൾ സഹോദരൻ ദിവാകർ ചേർക്കണമെന്ന് കർത്താവെ നിന്നോട് ഞങ്ങൾ യാചിക്കുന്നു. ശുദ്ധീകരണ സ്ഥലത്തിൽ സങ്കടം അനുഭവിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ നിത്യാശ്വാസം അനുഗ്രഹിക്കണമെന്ന് കർത്താവെ നിന്നോട് ഞങ്ങൾ യാചിക്കുന്നു. ഈശോയുടെ പീഡാനുഭവങ്ങളെ കുറിച്ച് മരിച്ചവരുടെ കടങ്ങൾ മോചിപ്പാൻ കരുണയുണ്ടാകണമെന്ന് പ്രധാനമന്ത്രി മരണമടഞ്ഞ ഞങ്ങളുടെ സഹോദരങ്ങളെ ഈശോയുടെ ഉയർപ്പിന്റെയും മഹത്വത്തിനെയും പങ്കുകാരാക്കണമെന്ന് ഈശോയുടെ ശരീരങ്ങളാൽ പരിപോഷിക്കപ്പെട്ടവരും മരണത്തിൽ പ്രാപിച്ചുള്ള ഞങ്ങളുടെ സഹോദരങ്ങളെ നിത്യജീവൻ നൽകി അനുഗ്രഹിക്കണമെന്ന് സൂര്യന്റെ വെല്ലുന്ന ശോഭയോടും ഞങ്ങളും അവസാന ദിവസത്തിൽ ഉയർത്തി നിൽക്കാൻ വരം തരണമെന്ന് ലോകാരോഗ്യ തീരുമാനമാകെ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന രാജ്യത്തിലേക്ക് ഞങ്ങളും എത്തിച്ചേരുവാൻ ഇടയാക്കണമെന്ന് നമുക്കെല്ലാവർക്കും നമ്മെ നമ്മോരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ വിനയോടും പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കൃപാവരം ഞങ്ങൾ നിറയ്ക്കണമേ. ഞങ്ങളെ മരിച്ചൊരു കടങ്ങൾ ക്ഷമിക്കുമാറേ. നിത്യമഹത്വം അണിയിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സർവേശ്വരായ എന്നേക്കും. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ കൃപാസമർത്ഥം നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കര കഴിക്കട്ടെ. കർത്താവിന്റെ കരമനുഗ്രഹത്താൽ നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. എപ്പോഴും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി തന്നെ തന്നെ ബലിയർപ്പിക്കുകയും തന്റെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഓർമ്മയായിരിക്കും കരങ്ങൾ സ്വീകരിക്കുമാറാകട്ടെ. അവിടുത്തെ ബഹുമാനന്മാരാധനയും ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും. ആത്മജനം ദിവ്യ ഗുഹാക്യം സ്തുതിയെന്നും ദൈവാംബികയെയും മാറിയോസേപ്പിനെയും സാദരമൂർത്തിയിട പാവനം ഈ ബലിയിൽ ആദിയിലേക്കോ എന്നേക്കും. ആമേൻ ആമേൻ. സുതരുടെ പ്രേക്ഷിതരെ ഏകജ സ്നേഹിതരെ ശാന്തി ലഭിച്ചിടുവാൻ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ. ചെറിയവരല്ല വലിയവരൊപ്പം കാത്തുവസിക്കുന്നു. മൃതരെല്ലാരും നിൻ മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു. ഉത്തിതർ ആയിടുവാൻ കർത്താവായ
പിതാമതും വിശുദ്ധാത്മ സർവ്വേശ്വര സ്വർഗ്ഗത്തിലെയും ഭൂമിനാഥനായ പിതാവേയും നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷേകത്തിലും പരിശുദ്ധവും ചെയ്ത ദൈവിക മനസ്സിൽ അംഗീകരിക്ക് പാപിയായ കാര്യയോഗ്യനാക്കി അങ്ങയുടെ അധികമായ പാവട പോലെ ആത്മാവിനും എല്ലാ സഭകളുടെ സമാധാന ശാന്തിക്ക് വേണ്ടി അന്വേഷിക്കുന്നു. കർത്താവേ, ആശ്വസിക്കുന്ന സഹോദരൻ ഈ കുർബാനന്റെ കരങ്ങൾ വഴി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും സകലത്തിനാഥനായ ദൈവം തന്നെ വിശുദ്ധന് വേണ്ടി നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന സ്വീകരിക്കട്ടെ. അവർക്കും ലോകത്തിന് വേണ്ടി അവിടുത്തെ സഭയിലാവുകയും ചെയ്യട്ടെ. നിങ്ങളുടെ താവായ ദൈവം ഭക്ഷിച്ച സമൃദ്ധമായ അങ്ങയുടെ അഭിഷേകത്തെ എളിയവരെ പാപമായ യോഗ്യനാക്കി അങ്ങ് നൽകിയ ദാനം തുടങ്ങിയ സ്നേഹത്തോട് കുറച്ച് വിശ്വാസത്തോടെ പരിക്രമിച്ചു. ഞങ്ങൾ ശുദ്ധാത്മീയങ്ങളെ അപേക്ഷിച്ചു. ബഹുമാനന്മാരാൽ സമർപ്പിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും സമാധാനം നിങ്ങളോടുകൂടെ. ബഹുമാനത്തിൽ സമൂഹത്തിൽ നന്മയ്ക്കുമായി സജീവവും വിശുദ്ധമായി തിരുസന്നിധിയിൽ അർപ്പിക്കുവാൻ അങ്ങനെ അനുഗ്രഹയോഗ്യനാക്കുകയും ചെയ്യുന്നു. കർത്താവിന്റെ ശരീരത്തിന്റെ പാപത്തിന് യോഗ്യനാക്കി അപ്രകാരം തന്നെ വ്യത്യസ്തത്തിന് സംവേദിക്കുമെന്ന് യോഗ്യനാക്കുന്നു. നമ്മുടെ കർത്താവ് ഈശ്വരകൃപയെ പിതാവായ സ്നേഹം പരിശുദ്ധാത്മ സഹവാസം എല്ലാവരും ഉണ്ടായിരിക്കും എപ്പോഴും എപ്പോഴും എന്നേക്കും. നിങ്ങളുടെ വിചാരങ്ങളോടതിലേക്ക് ഉയരട്ടെ. അബ്രാഹത്തിലെ സാഹിന്റെയും യാക്കോബിന്റെ ദൈവമേ, ആരാധനായ പിതാവിന്റെ സന്നിധിയിലേക്ക് സഹോദരീനാഥനായ ദൈവത്തിന്റെ കുർബാന അർപ്പിക്കപ്പെടുന്നു. അത് ന്യായവും യുക്തവുമാകുന്നു. ആരാധമായ നാമം എല്ലാത്തിനും എല്ലാ നാവുകളും എല്ലാ സൃഷ്ടികൾക്കും വാഴ്ചമറിയുന്നു. എന്തുകൊണ്ടെന്നാൽ ലോകത്തെയും അതിന്റെ സകലത്തെയും സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തൊരാളവന്റെ പാടിക്കുകയും ചെയ്തു. സ്വർഗവാസിയായ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങേക്ക് വിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും മനൂപികളുടെ സ്വർഗീയ സൈനികരും നാം കേൾക്കുന്നു. പരിശുദ്ധരും മനൂപികളുമായി സഭന്മാരുടെ ചേർന്ന് നാഥനായ അങ്ങേക്ക് ഒരു ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിലെ വിടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്ന് ചേർന്ന് ഘോഷിക്കുകയും ചെയ്യുന്നു. ബലവാനും കർത്താവുമായ ദൈവവും പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. അവിടുത്തെ മഹത്വം സ്വർഗ്ഗം ഭൂമി നിറഞ്ഞിരിക്കുന്നു. ഉന്നതങ്ങളിൽ ഓശാന, ദാവീദിന്റെ പുത്രൻ ഓശാന. കർത്താവിന്റെ നാമത്തിൽ വന്നവനും വരാനിരിക്കുന്നവനുമായവൻ അനുഗ്രഹീതനാവുന്നു. ഉന്നതങ്ങളിൽ ഓശാന. കർത്താവായ ദൈവമേ, സ്വർഗീയ കനങ്ങളോടുകൂടി അങ്ങേക്ക് തന്നെ സമർപ്പിക്കുന്നു. അങ്ങിൽ മറിഞ്ഞിട്ടാകുന്ന യാതൊരു ഭംഗി സദൃശം അങ്ങയുടെ പ്രകാശ പ്രതിച്ഛായമായ വചനമാവുന്ന ദൈവജീവൻ വാഴുന്നു. അങ്ങയുടെ സമാനതകൾ കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ ശൂന്യനാക്കി ദാസൻ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയും അമർത്യമായ ആത്മാവോടും മറ്റുള്ള ശരീരത്തോടും കൂടി പരിപൂർണ്ണ മനുഷ്യനായ സ്ത്രീയിൽ നിന്നും ജാതനായി നിയമത്തിന് അധികാരം ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, പ്രിയപ്പുത്ര ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഠാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താനയിൽ കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങൾ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനാ പിതാവിനെയും മക്കളെയും ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുകയും. അപ്രകാരം തന്നെ കാസ്യമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുകയും. ഞാനീ ചെയ്തത് നിങ്ങളുടെ നാമത്തിലൊന്ന് ചൂടുകൂടെ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുകയും.
ബലഹീനമാകുന്നതുമായ ദാസൻ നിന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കും. നിന്റെ പ്രകാശിക്കായി യാതൊരു മന്ത്രവും ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത് നിന്റെ ദൈവിക ജീവനികളെ പങ്കുകാരാക്കുന്ന ഞങ്ങൾ മനുഷ്യ സ്വീകരിക്കുകയും അത് പതിച്ചുപോയ സമുദ്രത്തിലേക്ക് പ്രതിരായങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. ഭാഗ്യമായി ഞങ്ങളെ കടന്നു ശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങൾ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ സമൃദ്ധമായ ഗ്രഹത്തെ മോഹമണിക്കുകയും ചെയ്തു. ഇനി ഞങ്ങൾ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതി ബഹുമാനന്മാരാധന സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കർത്താവേശത്തിനായ നിയമപ്രധാന ആചാര്യ ഭരണാധികാരമായ റോമാനെ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടി ഞങ്ങളുടെ സംരക്ഷണ പിതാവായ ജോർജ് വേണ്ടി ഞങ്ങളുടെ അധ്യക്ഷനായ മിത്രാപോലിത്തയ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ പിതാവിന്റെ പിതാക്കന്മാർക്ക് വേണ്ടിയും ശിവന് വേണ്ടിയും ഓരോരുത്തർ സമർപ്പിതാത്മാപേക്ഷിത് വനകർത്താക്കന്മേലധികാരങ്ങൾക്ക് വേണ്ടിയും കർത്താവി കുർബാനകൾ സ്വീകരിക്കുന്നതിനെ എല്ലാ പ്രവാചകന്മാരുടെയും സ്നേഹന്മാരുടെയും സാക്ഷിബന്ധങ്ങളുടെയും ബഹുമാനത്തിന് വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ ദീർഘമായ നീതിമാന്മാർക്ക് വിശുദ്ധമായ പിതാക്കന്മാർക്ക് വേണ്ടി കർത്താവി കുർബാനകൾ സ്വീകരിക്കുന്നതിനെ ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലമായ എല്ലാവർക്കും വേണ്ടി അങ്ങനെ നാമത്തിൽ ഏർപ്പെടുത്തിയ എല്ലാ പ്രിയപ്പെട്ട മരിച്ചവർക്ക് വേണ്ടി അങ്ങയുടെ കാരണത്തിൽ ജനത്തിന് വേണ്ടി അയോഗ്യം പാപിയുമായി വേണ്ടി കർത്താവ് കുർബാനകൾ സ്വീകരിക്കണമേ. കർത്താവ് അങ്ങനെ പഠിപ്പിച്ചതുപോലെ തന്നെ പ്രവേശിതമായി വേണ്ടിപ്പെടുന്നതിന് അങ്ങയുടെ അഭിഷേകത്തിന്റെ ശരീരത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ ഓർമ്മയായ കന്യകാമരത്തിന്റെയും വിശുദ്ധമായ പിതാക്കന്മാരുടെയും പാവന സ്മരണം അങ്ങയുടെ സംബന്ധമായ സംജാതമാക്കണമേ. ജീവിതകാലം വഴങ്ങി ശാന്തിയും സമാധാനം ഞങ്ങൾക്ക് അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്ന് അങ്ങയുടെ പ്രിയപുത്രനായ എല്ലാവരും പറയട്ടെ. ഞാൻ കർത്താവ് ദൈവമായ വിശുദ്ധമെന്ന് ജീവിതായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ സ്ത്രീജന്മാർ രക്തസാക്ഷികൾ വന്ദകന്മാർ വേദഭാഗന്മാർ മറ്റാന്മാർ പുരോഹിത ശുശ്രൂഷ വിശുദ്ധമാകുന്ന സജീവനും ജീവിതായകമായ സഭയെ സന്താനങ്ങളുമായ എല്ലാവരും ആവശ്യമായ വിശുദ്ധിയുടെ മാർഗം പഠിപ്പിച്ചതും എല്ലാ മനുഷ്യന്മാരുടെ കർത്താവിനെയും ബലഹീനമായ ദാസൻ അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങനെ നാമത്തിൽ ഒരുമിച്ച് ഉൾപ്പെടുത്തി സ്ഥിതി നൽകുന്നു. ഞങ്ങളുടെ നാഥനക്ഷമായ ശമിശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉദ്ധാനത്തിന്റെയും മകനെയും ഭയഭക്തിനും പരിശുദ്ധവും ജീവിത ദൈവികമായ രസത്തിൽ സന്തോഷത്തോടെ സ്മരിക്കുകയും ശ്രദ്ധിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവേ വരട്ടെ. നിന്റെ ദാസന്മാരുടെ ആശ്രയിക്കും പൂർത്തീകരിക്കാൻ ചെയ്യട്ടെ. ഇത് ഞങ്ങളുടെ പാവപ്പെട്ട മോചനത്തിനും പരിചയത്തിന്റെ പ്രത്യാശയ്ക്കും പ്രീതിപ്പെടുത്തി എല്ലാവരും കാരണമാകട്ടെ. കർത്താവിനെ കുറിച്ച് അങ്ങനെ ഞങ്ങൾ പ്രകീർത്തിക്കുന്നു. നിങ്ങളുടെ അഭിഷേകത്തിന്റെ മുന്നിട്ട് രക്ഷപ്പെട്ട സഭയും സന്തോഷ പ്രത്യാശകളെ ദത്തർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ചെയ്തായിക നാമത്തിന് ബഹുമാനത്തിന്മാരാധന സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിൽ എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യത്തിനനുസരണമായി എന്റെ പാപങ്ങൾ മായ്ച്ചിടണമേ. നിങ്ങളുടെ യോഗ്യരാകുന്നു എങ്കിലും പരിശുദ്ധവും ചെയ്ത ദൈവികമായ രസങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ആരാധിക്കുമ്പോഴുണ്ടായി സജീവവും ജീവിതായുമായി ഈ അപ്പോസ്തലൻ തുടങ്ങിയത് ലോകത്ത് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇതിന്റെ പക്ഷികൾ മരിക്കുകയില്ല, പാപമോചനം ലക്ഷ്യം പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. പിതാവിന്റെയും പുത്രന്റെയും വിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ പിതാവിന്റെയും പുത്രന്റെയും വിശുദ്ധാത്മാവിന്റെ നാമത്തിൽ
പരിശുദ്ധവും ചെയ്ത ദൈവികമായ രഹസ്യങ്ങൾ പിതാപുത്രൻ പരിശുദ്ധാത്മാവ് മാത്രമായി നിർത്തുന്നതിന്റെ ആരാധ്യ മഹനീയ നാമത്തിൽ വർദ്ധിക്കപ്പെടുകയും ഉപദ്രവിക്കപ്പെടുകയും പൂർത്തീകരിക്കപ്പെടുകയും കലർത്തപ്പെടുകയും പരസ്പരം യോജിപ്പിക്കപ്പെടുകയും ചെയ്തിരിക്കും. കർത്താവിയുടെയും മറ്റുള്ള സ്ഥലങ്ങൾ വിശുദ്ധീകരണം ഈ രഹസ്യങ്ങൾ വഴി കടങ്ങളുടെ പൂർത്തിയും പാപങ്ങളുടെ മോചനവും ഉയർന്ന പ്രത്യാശം നമ്മ ജീവിതത്തിലേക്കുമാറാട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ ശൈത്യമൂല്യമായ രഹസ്യങ്ങളെ മനസ്സിലാക്കുമ്പോൾ സമീപിക്കാൻ അനുതാപമാണ്. എണ്ണത്തോടെ അപരാധങ്ങളിൽ നിന്നും പിന്തിരിഞ്ഞുകൊണ്ടും പാപത്തെ കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരത്തെ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിലെ നാഥനായ ദൈവത്തോടുകയും പാപോചനം യാചിക്കാം. കർത്താവേ, അങ്ങേ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലഹങ്ങളും പഠിച്ച് നമ്മുടെ മനസ്സാക്ഷി ശുദ്ധീകരിക്കാം. കർത്താവേ, ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതരും വിദ്വേഷങ്ങളുടെ ആത്മാക്കളെ മുക്തമാക്കാം. കർത്താവേ, ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോഴും ഐക്യമത്യത്തോടും ദിവസങ്ങളെയും പങ്കുകൊള്ളാം. കർത്താവേ, ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ ശരീരങ്ങളിൽ ആത്മാരക്ഷ കാരണമാകട്ടെ, ജീവിതം കാരണമാകട്ടെ. ദാസന്റെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. മഹോന്നതയുമായ രാജ്യങ്ങളെ പൂർത്തീകരിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, കാരണങ്ങളെ ഞങ്ങൾ മനവിശ്വാസത്തോടുകൂടി അങ്ങയുടെ സന്നിധിയിൽ എപ്പോൾ തന്നെ നിഷ്കണക്കരമായി വ്യാപരിക്കുകയും യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ചേർന്ന് അപേക്ഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾ നൽകണമേ. ഞങ്ങളുടെ കടക്കാരുടെ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപവും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപി ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവ്വേശ്വരൻ നല്ലവനായ ദൈവമേ, കൃപാപൂർണ്ണ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം അപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയുടെ സൈന്യങ്ങൾ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗ്ഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാപകാധികാരം എഴുതാകുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിലുള്ളതാകുന്നു. ഏകപിതാ പരിശുദ്ധനാകുന്നു, ഏകപുത്ര പരിശുദ്ധനാകുന്നു, ഏകരൂപ പരിശുദ്ധനാകുന്നു, പിതാവിനും എന്നേക്ക് സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ പ്രകീർത്തിക്കുവിൻ. സഭയിൽ അവിടത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരണവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ.
മരണത്തിന് പിതാപുത്രനും സിദ്ധാത്മ സർവേശ്വര എന്റെ കർത്താവ് കീർത്തിക്കും മഹിമയുടെ അന്തിമ വിധി നാളിൽ കർത്താവെ നീ അണയുമ്പോൾ കരുണയോടെ എന്നെ നിർത്തണമേ നല്ലവരത്തു വലം പാകെ കർത്താവിനെ ആശ്രയിച്ചു കർത്താവെ നിൻ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു അത് ധാന്യങ്ങൾ ഉത്താനം രക്ഷയുമുയരും നൽകുന്നു ആകാശവും ഇതിനെതാകുന്നു ആകാശവും ഈ ഭൂതലവും താവകമല്ലോ കർത്താവേ ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ മുതനായുസ്സും അവരാന്റെ കീർത്തനങ്ങൾ പാടും മൃദുരാമരുടെ പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലേ മാമോദീസ വഴിയങ്ങി സുതരാണ് അവരെ നോക്കണമേ ആനന്ദിക്കും കർത്താവേ നിൻ ശോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാണ് സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ അവരാൽ വർഷിച്ചില്ല മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുവ പൊട്ടി മുളയ്ക്കുന്നു കാഹളനാദം കേൾക്കുമ്പോൾ മൃതരിൽ ജീവൻ ഉദിക്കുന്നു സ്തുതി പാവാപുത്രൻ രൂപായി മൃദുനാമിന്നിൽ കഴിയേണം ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം ആദിലേക്ക് മാമി തെളിവായ എങ്ങളുടെ നാഥാന്യം തിരുമിഴിയെല്ലാം കാണുന്നു നിരവധിയാമൻ പാപങ്ങൾ നിരയായ എണ്ണി വിധിക്കല്ലേ കർത്താവിന്റെ കരുണയിൽ അനുഗമിക്കുന്നതിന്റെ ദയാധികളുടെ പാപങ്ങൾ മായ്ച്ചു വെച്ച് മറാകട്ടെ മഹനീയമായ സഹായിക്കുമാറാകട്ടെ ഇവന്റെ മരണത്തിന് നാളും നിത്യപിതാപുത്രനും സിദ്ധാത്മ സർവേശ്വര കർത്താവിന്റെ ആകാശവും ഭൂമി നക്ഷത്രങ്ങളാവുന്നു ഞങ്ങളുടെ ജീവിക്കാൻ ആത്മാത്മത്യാശനീയാകും ഇവന്റെ മരണത്തിന് നാളും നിത്യപിതാപുത്രനും സിദ്ധാത്മ സർവേശ്വര കൈക്കൊള്ളണമേ ഹൃദയംഗമമാ വിശ്വാസമുടെ ദാസൻ ചെയ്യും വലിയനാഥ തിരുസന്നിധിയിൽ കൈക്കൊള്ളണമേ ഹൃദയംഗമമാ വിശ്വാസമുടെ ദാസൻ ചെയ്യും വലിയനാഥ തിരുസന്നിധിയിൽ പൂർവന്മാരാനോഹബ്രാഹം ഇസഹാക്യാക്കോ മൈദാശേർദൻ പരിപാവനമാ വിളികൾ പോലെ കൈക്കൊള്ളണമേ ഹൃദയംഗമമാ വിശ്വാസമുടെ ദാസൻ ചെയ്യും വലിയനാഥ തിരുസന്നിധിയിൽ അകാലത്തിൽ ഞാൻ വിളിക്കുന്ന മനുഷ്യരെ തിരുനാമത്തിന് സ്തുതി അകാലത്തിൽ ഞാൻ വിളിക്കുന്നു കർത്താവിന്റെ ശബ്ദം കേൾക്കണമേ എന്റെ പ്രാർത്ഥന ചെവിക്കണമേ താന്റെ പാപമുള്ള ഓർത്തിരിക്കുന്ന ആകർഷയുണ്ടാകും എന്നുള്ള പാപമോചനത്തിന്റെ പക്കൽ നിന്നാകുമല്ലോ കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു എന്റെ പ്രതീക്ഷാണ് വാഗ്ദാനത്തിലാകുന്നു പുലരി അവൻ കാത്തിരുന്ന ആൾക്കാരെ പോലെ കർത്താവിനെ ഞാൻ കാത്തിരിക്കുന്നു പുലരി അവൻ കാത്തിരുന്ന ആൾക്കാരെ പോലെ ഇസ്രായേൽ കർത്താവിനെ കാത്തിരിക്കുന്നു എന്തുകൊണ്ടെന്നാൽ അവൻ കരുണയുള്ളവനാകുന്നു പൂർണ്ണമായ രക്ഷയും അവന് പങ്കിലാകുന്നു ഇസ്രായേൽ എന്റെ പാവനെല്ലാം രക്ഷിക്കും പിതാവിനും സിദ്ധാത്മാനുസ്തുതി ആദ്യം മുതൽ എന്നേക്കും ആമേൻ അകാലത്തിൽ ഞാൻ വിളിക്കുന്ന മരിച്ചിരിക്കുന്നവനെ സ്തുതി നമുക്ക് പ്രാർത്ഥിക സമാധാനം നമ്മോടുകൂടെ ജീവിതായും ശബ്ദത്തിൽ ആശ്രയം കർത്താവേ ആ ശബ്ദം മഹനീയമായ നീതിയുടെ ദിവസത്തിന്റെ ദാസിനെ വിളിക്കുന്നതിന് ഇവിടുത്തെ ഭാഗം ചെയ്യട്ടെ പാപങ്ങൾ കൊടുക്കുന്നവരെ നീതിമാനമായ വിധി കർത്താവേ ഇവന്റെ മരണത്തിന്റെ പിതാപുത്രനും സിദ്ധാത്മാ സർവേശ്വര ആമേ കർത്താവേ കർത്താവിനെ ജീവിപ്പിക്കണമേ ജീവിതത്തിന്റെ യാത്ര പരിപാലിക്കണമേ ഉത്താനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞ മഹിമയോട് ഏൽപ്പിക്കണമേ ഇവന്റെ മരണത്തിന്റെ പിതാപുത്രനും സിദ്ധാത്മാ സർവേശ്വര സകലത്തിന്റെ നാഥന്റെയുമായ മിശിഹായുടെ ക്രിസ്തുവിന്റെ അടയാളത്തോടും ദൈവദൂതന്മാരുടെ അകമ്പടിയോടും വാരുമയും വിധി പ്രത്യക്ഷനാകുകയും സ്വർഗരാജ്യത്തിന്റെ വാദം തുറക്കപ്പെടുകയും മരിച്ച അക്ഷരായ കപ്പലിന്റെ ഉയർക്കുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാരെ വേദനിക്കപ്പെടുകയും ചെയ്യുന്ന ഭയാനകമായ ദിവസത്തിൽ നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരായി സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ സഹോദരൻ എല്ലാവരും പ്രിയപ്പെട്ടവരെയും പാപനമാണെയും സ്വീകരിക്കണമേ ഞങ്ങളുടെ സമൂഹത്തിന്റെ കൃപയും അനുഗ്രഹത്തിന് ദിവസമാറാട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
ജീവിതത്തെ